കച്ചവടക്കാരൻ ഒരു വലിയ മൈതാനത്തിൽ ബലൂൺ വിറ്റുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വിവിധ നിറങ്ങളിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു. പച്ചയും ചുവപ്പും മഞ്ഞയും കറുപ്പും വെള്ളയടക്കം വിവിധ നിറങ്ങളിലുള്ള ബലൂൺ അദ്ദേഹം കരങ്ങളിൽ വെച്ചുകൊണ്ടാണ് ആ ബലൂൺ വിൽക്കാൻ ആ വലിയ മൈതാനത്തിൽ നിന്നത്. ഇദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ട് ഒരു ബാലൻ കുറച്ച് അകലെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബാലൻ മാനത്തുയർന്നു നിൽക്കുന്ന ബലൂണുകളെ നോക്കി. പച്ച ബലൂൺ അവിടെയുണ്ട്, ചുവപ്പ് ബലൂണുണ്ട്, മഞ്ഞ ബലൂൺ അവിടെയുണ്ട്. ആ ബാലൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ അങ്കിൾ, അങ്ങയുടെ കരങ്ങളിലിരിക്കുന്ന ഈ 3 ബലൂണുകൾ ഉയരങ്ങളിൽ പറന്നു നിൽപ്പുണ്ട്. എന്തേ ഈ കറുത്ത ബലൂണും വെളുത്ത ബലൂണും മുകളിൽ പറന്നു നിൽക്കാതെ താഴെ നിൽക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ആ ബാലനോട് പറഞ്ഞു, ഇത് ബലൂണിന്റെ പ്രത്യേകതയല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ 2 തരം വായു നിറച്ചിട്ടുണ്ട്. മുകളിൽ ഉയർന്നു നിൽക്കുന്ന ബലൂൺ ഹൈഡ്രജൻ നിറച്ച ബലൂണാണ്. അതിനകത്ത് ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് അത് വളരെ മുകളിൽ ഉയർന്നു നിൽക്കുന്നത്. ഇന്നു രാത്രി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മഹത്വമല്ല നമ്മൾ ഇന്നു രാത്രി പന്തലിനകത്തിരിക്കുന്നത്. നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഇതുവരെ നമ്മളെ എത്തിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. അർഹിക്കാത്ത സ്ഥാനങ്ങൾ, അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത മേഖലകൾ നമുക്ക് വേണ്ടി തുറന്നു തന്ന്, യാചിക്കാത്ത നന്മകൾ നമുക്ക് വേണ്ടി തന്ന് ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. അവന്റെ കൃപ നമ്മുടെ അകത്തളങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഇന്നു രാത്രിയിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നു രാത്രി ഈ ഗാനം ശ്രവിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് യേശു മാത്രമെന്ന് ഗായകൻ പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, അതെ, യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത്. യേശു ഇല്ലാത്തൊരു ജീവിതം അർത്ഥശൂന്യമാണ്. യേശു ഇല്ലാത്ത ജീവിത മേഖലകൾ അർത്ഥശൂന്യമാണ്. യേശുവാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ഉത്തമ ബോധത്തോടെ ഈ പാട്ടുകൾ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഓർത്തു നിത്യം താങ്കളോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മാരീചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാരാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ
ഈശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗക്കാരാൻ നാട്ടിലാക്കുവാ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിൽ മേൽ ജയമേകി വേഗം വരാമെന്നൊരു ചിന്താമയം തീർത്താശ്വമൽ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വീരയില്ലോ. യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകൂ എന്റെ പ്രിയന്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. കുഞ്ഞാടാകൂ എന്റെ പ്രിയന്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ക്ലേശമില്ല ഈശനെ ഞാൻ പിന്തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലോ. യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെല്ലും. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലോ. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലോ. യേശു മാത്രം സമ്പത്താകുന്നു.